അൽഹംദുലില്ലാ മക്കളെ, അങ്ങനെ കല്യാണ വീട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലെ ഒരു മെഹന്തിയാണ്, മെഹന്തി നൈറ്റാണ്. അപ്പോൾ ഇവിടെ കുറച്ച് വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ചക്കരയും സോഫിയൊന്നും ഇനിയും എത്തിയിട്ടില്ല. ബ്രൈഡലിൻ്റെ ഡ്രസ്സ് വാങ്ങാൻ പോയിട്ട് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാനുണ്ട്, അപ്പോൾ അതിന് പോയതാണ്. അപ്പോൾ നൈറ്റ് നമ്മുടെ വീട്ടിലെ പന്തലിൻ്റെ ഷോ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ഇടവഴിയിലൂടെ ഞാൻ ലൈറ്റ് ഇട്ടെടുക്കുകയാണ്. പിന്നെ നമ്മുടെ പുളിമരത്തിലേക്ക് നേരെ എന്താക്കി ഒരു പച്ച ലൈറ്റ് ഒരു വൈബാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സൗഫിയും എല്ലാവരും വരുന്നുണ്ട്. വരി മക്കളെ, അപ്പോൾ നമ്മൾ നൗഷാദ് വിട്ടതാണ്. ഓക്കെ, അങ്ങനെ ബ്രൈഡൽ ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഡ്രസ്സുകൾ സൗഫി എങ്ങനെയുണ്ട്? പന്തലെങ്ങനെയുണ്ട്? ചക്കരെ പന്തലെങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ലല്ലോ, സ്റ്റാൻഡേർഡ് പന്തലായില്ലേ? ഓക്കെ ഓക്കെ, അതായത് നമ്മൾ വഴി കൂടെ ഒക്കെ ലേറ്റ് ഇല്ലേ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്തായാലും ഗായ്സ് നമ്മൾ സെറ്റ് പന്തലാക്കിയിട്ടുണ്ട്. നോക്കി കാണി. ഹേ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഗെയിം കളിച്ച് എങ്ങനെ പണം ഏൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ മതി. അതിന് പറ്റിയൊരു അടിപൊളി ആപ്ലിക്കേഷനായിട്ടാണ് വന്നിട്ടുള്ളത് വൺ എക്സ്പെക്ട്. PSG, സിറിയ എന്നിവയുടെ ഔദ്യോഗിക പങ്കാളിയും കൂടിയാണ് വൺ എക്സ്പെക്ട്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ടെന്നീസ് എന്നിവ ലൈവായി കണ്ട് അവരുടെ സ്കോറുകൾ പ്രവചിച്ച് നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാം. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഐഫോണും ലാപ്ടോപ്പും എന്നീ സമ്മാനങ്ങളൊക്കെ നേടാൻ കഴിയും. പിന്നെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഉടൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ ടീമിനെ മാത്രം സന്തോഷിപ്പിക്കാനല്ല, മാച്ച് സ്കോർ ഊഹിച്ച് പണമോ സമ്മാനങ്ങളോ നേടാനുള്ള മികച്ച അവസരം കൂടിയാണിത്. ഒപ്പം രജിസ്റ്റർ ചെയ്യുമ്പോൾ എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിക്കണം. നിങ്ങൾക്ക് 43,000 വരെ ഏൺ ചെയ്യാൻ കഴിയും. പേടിഎം, ബാങ്ക്, ക്രിപ്റ്റോ, പേപ്പാൽ എന്നിവയിലൂടെയും മറ്റ് എളുപ്പവഴിയിലൂടെയും നിങ്ങളുടെ വിജയങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പിൻവലിക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 24/7 കസ്റ്റമർ സപ്പോർട്ടും ലഭിക്കും. ഗൈസ്, അപ്പോൾ എന്തായാലും ഇവർ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വേഗം പോയി ജോയിൻ ചെയ്തോളി. പിന്നെ ഗൂഗിളിൽ പോയിട്ട് വൺ എക്സ്പെക്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കിട്ടുകയും ചെയ്യട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ പ്രൊമോ കോഡ് ഉപയോഗിച്ച് കയറിക്കോളി, സമ്മാനങ്ങൾ നേടും. ഓക്കെ, കാർപ്പറ്റൊക്കെ വിരിച്ച് വേറെ ലെവലാക്കിയിട്ടുണ്ട് അല്ലേ. ഇന്ന് ആൾക്കാരൊക്കെ വിരുന്നുകാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മളെ പരിപാടിയിലേക്ക് നോക്കാം. നിമിഷമൊക്കെ ചെക്കന്മാർ വന്നിരുന്നു, ഓലിപ്പോൾ വരാമെന്ന് പറഞ്ഞ്. ഓക്കെ, കുറച്ച് നേരം വൈകിയില്ലേ? അത്യാവശ്യം നേരം വൈകി. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടിലുണ്ട്. പിന്നെതാ അമ്മോൻ്റെ കുട്ടിയുണ്ട്. അമ്മ വന്നിക്കണേ. യോ, എൻ്റെ ജനഗണമനല്ലേ അല്ലേ? അങ്ങനെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഒക്കെ പച്ച ഡ്രസ്സിലാണല്ലോ. അമ്മായി, ഇത് മൂത്ത അമ്മായി, ഇത് രണ്ടാമത്തെ അമ്മായി. ഇവിടെ പോയി ഇവിടെ അമ്മായിമാരുണ്ട്. ഇത് മൂന്നാമത്തെ അമ്മായി. ഓക്കെ, പിന്നെ കുട്ടികളും മക്കളും പേരക്കുട്ടികളും എല്ലാവരും. മറ്റേക്ക് വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ എൻ്റെ ചാനലൊക്കെ എവിടെ നിർത്തിയോ? ഇത്രേ ഉള്ളൂ. ഓക്കെ, സോഫി തട്ടോ കറണ്ട് പോയപ്പോഴേ. അതോ കറണ്ട് പോയോ? നിർത്തിയേക്കാനോ? അത് പുതിമക്കുള്ളൂ. നിജാസിന്റെ ഡ്രസ്സ് ചുമരുമ്പോ തന്നെ തൂക്കിയിട്ടുണ്ട് അല്ലേ? എന്ത് ഇത്ര നേരം ചക്കരെ? എന്റെ മൈലാഞ്ചി ഇടുന്ന പെണ്ണെപ്പോഴും വരിക? വന്നോണ്ടിരിക്കാണ്. ചക്കര മൈലാഞ്ചി ഇടാനുള്ള ഒരുക്കത്തിലാണ്. ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ? എന്തൊക്കെ പ്ലാൻ ആദ്യം പറയും. പച്ചക്കളറ്, എല്ലാവരും പച്ചക്കളറ്. എന്നിട്ട് ചക്കരക്ക് മെഹന്തി മെഹന്തി ഇട്ട് കൊടുത്തു. ട്രാഫിക്കിലാണ്. എവിടുന്ന വരുന്നത്? കോട്ടക്കല്. ഒക്കെ കഴിച്ചപ്പോൾ എന്തായാലും ചക്കരക്ക് മെഹന്തി ഇടുന്ന ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ സച്ചിട്ടുണ്ട്, റെയ്ഹാൻ, എന്താ അയാനുണ്ട്, സനുമോളുണ്ട്, റിയാസ് ഉണ്ട്, സനുണ്ട്, അമ്മായിമാരുണ്ട്. പിന്നെ ഗൈസ്, നാളെയാണ് നമ്മുടെ മെയിൻ പരിപാടികൾ. ഇൻഷാല്ലാ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, നമ്മുടെ ചിക്കൻ നല്ല അടുപ്പിൻ്റെ ആട്ടിൽ നിന്നിട്ട് വേവുന്നുണ്ട്. ഇന്ന് ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ. അപ്പോൾ ചക്കര ഒരു ആഗ്രഹം പറഞ്ഞാണ് നമുക്ക് മെഹന്തി വേണമെന്ന് പറഞ്ഞ്. ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ആഗ്രഹങ്ങളാണ് മെഹന്തി. ഉമ്മയുടെ കല്യാണത്തിന് മെഹന്തി ഉണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലത്തെ താത്ത 2 കയ്യിൽ പൊതിഞ്ഞെടുത്തിട്ട് തന്നെയാണ് മെഹന്തി എന്ന് പറഞ്ഞത്. നിങ്ങൾ തന്നെ മെഹന്തി ഇട്ട് നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ ഒരിക്കലും ആരും ഉണ്ടാവില്ല. ഒന്നുകൂടി കെട്ടണോ? ഓക്കെ, ഉമ്മയുടെ കല്യാണത്തിന് മെഹന്തി എടുക്കാൻ ആരും ഉണ്ടാകുന്നുള്ള പരിഭവം ഉണ്ട്. ഇല്ലല്ലേ? പന്തൽ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? അതായത് വായും വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറെ വിറ്റുണ്ട്. പെണ്ണുങ്ങൾ മെഹന്തി ഇട്ടുകൊണ്ട് ഉമ്മ മെഹന്തി ഇടാത്തോണ്ട് എന്താക്കി പണി മൊത്തം മക്കായി.
അപ്പോൾ എന്തായാലും മെഹന്തിയൊക്കെ എല്ലാവരും ഈ നേരത്ത് ഇടാൻ ആഗ്രഹിക്കില്ല. അപ്പോൾ അവരാരും കുറ്റം പറഞ്ഞ കാര്യമില്ല. ഉമ്മാനെ പണിയിപ്പിച്ചിട്ടു പെണ്ണുങ്ങളെ പണിയിപ്പിച്ചാൽ ആരും പറയേണ്ട. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഹന്തി ഇട്ടുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒക്കെ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെറിയൊരു മെഹന്തി നൈറ്റാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഗൈസ് ഞാൻ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ അപ്ഡേഷൻ അപ്പം വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ആ ദിവസത്തിലേക്ക് കടന്നു. ഇന്നും നാളെയും മറ്റന്നെയാണ് നമ്മുടെ വീട്ടിലെ കല്യാണം. ഇന്ന് മെഹന്തി കല്യാണം, നാളെ എന്ത് കല്യാണം? നാളെ തലേന്ന് പാട്ട് നിർത്താൻ പറയടാ. തലേന്നുള്ള പാട്ട് നിർത്താൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് പാട്ട് നിർത്താൻ പറഞ്ഞത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താക്കണം, ഇന്ന് പുറത്തുനിന്ന് നമ്മളെന്താക്കും, പൊറോട്ട വാങ്ങിയിട്ട് കോഴിക്കാരും ഇവിടെ വെക്കും. നാളെ ഇൻഷാ അല്ലാഹ് നെയ്ച്ചോറും കോഴി ആൾക്കാരും എല്ലാവരും ഉണ്ടാവും. ഇന്ന് ഉപ്പാൻ്റെ കുടുംബക്കാർ എത്തിയിട്ടില്ല. ഉപ്പാൻ്റെ കുടുംബക്കാർ ഇൻഷാ അല്ലാഹ് നാളെ. ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പാടെ ചക്കര എന്താക്കിയെന്ന് വെച്ചാൽ ഇവിടുത്തെ അമ്മമാര് ചെറിയ മക്കളൊക്കെ കൊണ്ട് വിളിച്ചെടുത്തിക്കണം മെഹന്തി നൈറ്റ് നടത്താൻ. അപ്പോൾ അവരൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. മൈലാഞ്ചിൻ്റെ ഊരി. അപ്പോൾ എന്തിനാ ഊരി? അത് ഇട്ട് നടന്നാലായിരുന്നു. നിമ്മക്ക് ഈ ഫോട്ടോ ഓർമ്മ ഉണ്ടോ ഗൈസ്? ഇപ്പൊ കരയാൻ ചാൻസ് ഉണ്ട്. തിരിച്ചോക്ക്. അതാരാ? എവിടുന്ന കിട്ടിന്നോ? അത് സഫ്വാൻ കൊടുന്നതാണ്. ചക്കരനെ മാത്രം വെട്ടിയിട്ട് ചക്കരന്റെ പണ്ടത്തെ ഫോട്ടോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾക്കൊന്ന് കാണിച്ചത് ചക്കര പണ്ട് ഇങ്ങനെയായിരുന്നു. ഏകദേശം സനാന്റെ ഒരു ലുക്ക് ഉണ്ട് അല്ലേ? ചക്കരന്റെ പണ്ടത്തെ കോലാണ്. ഇപ്പത്തെ ചക്കര വേറെയാണ്. ഇത് എന്തിനാ മൈലാഞ്ചി വരും മോളെ? ഇത്രയും കഷ്ടപ്പെട്ട് മൈലാഞ്ചി ഇട്ടിട്ട് എന്നോട് എടുക്കാൻ പറഞ്ഞേ. ഇന്ന് മെഹന്തി അല്ലേ? എന്നോട് ആരും പറഞ്ഞോ പാട്ട് ഇപ്പടാ കേട്ടോ. ഒരു മിനിറ്റടാ സിബിയ, ഇതൊന്ന് വൈൻഡപ്പ് ആക്കട്ടെ എന്നിട്ട് പാട്ടിടാം. ചക്കരക്കൊരു സസ്പെൻസ് ഉണ്ട്. ഇതാ ചക്കര ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മംഗളമായിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ചക്കര? യു ഹാപ്പി ഗൈസ്? എന്റെ കല്യാണമായിട്ട് എന്റെ പകുതി ജീവൻ പോയിട്ടോ. എന്താ ഇതിനെ ഓടി നടന്നിട്ട് വെയ്യാണ്ടയ്യേ അനക്ക്. അപ്പം അനക്ക് രണ്ട് കാര്യമുണ്ട്. അനക്ക് എന്താണെന്ന് പറയാം, എനിക്ക് മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. എനിക്ക് മാനസികമായിട്ട് അതാ കല്യാണം നടത്തണ്ടേ, എന്തൊക്കെ കാര്യങ്ങളുണ്ട്. അതൊട്ടുമില്ല. അതല്ല കല്യാണ ചെലവ്, കല്യാണ കാര്യങ്ങള്, അപ്പൊ ടെൻഷനുകൾ എനിക്കുണ്ടാവൂലേ. അപ്പൊ എന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് മാക്സിമം നല്ല സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് ഇവിടെ ഇരിക്കുക കേട്ടോ. അയാളുടെ ആയി പറയും. അങ്ങനെ കുട്ടികളെ മക്കളൊക്കെ എത്തി അടിച്ച് പൊളിക്കുകയാണ് ഗൈസ്. ഇനി കുറച്ച് കഴിയുമ്പോഴേക്ക് ചെക്കന്മാരെത്തും. മെഹന്തി നൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാ അല്ലാഹ് വീഡിയോ ഇടുന്നുണ്ട്. നമുക്കങ്ങനെ എന്താ മഞ്ഞ കല്യാണം കാര്യങ്ങളൊന്നും ഇല്ല. ചക്കർക്ക് കല്യാണത്തിന് മൈലാഞ്ചി ഇടുമ്പോൾ അതിൻ്റെ പേര് മെഹന്തി നൈറ്റ് എന്ന് പറയുന്നത് മാറ്റിയെടുക്കാണ്. ഓക്കെ, ഇന്ന് വീട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുള്ള നമ്മളെ പ്രകി എന്താക്കി പൊറാട്ട കൊടുക്കുന്നു. നാളെ മറക്കരുത് കേട്ടോ. ബൈക്ക് എടുത്തില്ല, നാളെ നടത്തിറങ്ങി കേട്ടോ. ഓക്കേടാ കഴിച്ച. അപ്പോൾ നമ്മളെന്താക്കി ഫോട്ടോ നമ്മളെ ഫ്രണ്ടിനേൻ്റെ ഇന്ന് രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളും എത്തിച്ചു. കാരണം ഇങ്ങനൊരു പ്ലാന് നമുക്ക് ഉണ്ടായിരുന്നില്ല. അതെന്താക്കിയതാണ്, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ്. ഒരു മെഹന്തി നൈറ്റ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളുണ്ട്. ഓക്കെ, അതാ കഴിഞ്ഞ് ഇടവഴി കൂടെ എന്നിട്ട് പോകുന്നത്. നമ്മൾ ഇടവഴിയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ രാത്രി ആളുകൾക്ക് വരാൻ ബുദ്ധിമുട്ടാവുണ്ടായിട്ട്. എന്തായാലും പഞ്ചായത്തുകാർ ലൈറ്റ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും നോക്കിയില്ല, കല്യാണമല്ലേ, നമ്മൾ തന്നെ ലൈറ്റ് ഇട്ടു. എന്തായാലും ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.